ഹലോ വ്യൂവേഴ്സ്, ഹായ് ഫ്രണ്ട്സ്. കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 43ാമത്തെ വീഡിയോ ആണിത്. ഇത് ഒരു റെസിപ്പിയെ പറ്റിയല്ല. ഈ വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് LG മൈക്രോവേവിനെ പറ്റി അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പാർട്ട് 2 ആണ്. സമയമെടുത്ത് 2 വീഡിയോകളും കാണുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. വീഡിയോയുടെ പാർട്ട് 2 നിങ്ങളോട് ഷെയർ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്നു. ഹായ് എവരിബഡി, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത LG മൈക്രോ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവർ ആദ്യം ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 ആദ്യം കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പാർട്ട് 1 വീഡിയോ 1000 വ്യൂവേഴ്സ് എങ്കിലും ആയിട്ട് മാത്രമേ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്നിരുന്നാലും വ്യൂവേഴ്സിൽ ഒരു ലേഡി, അനിത ദിവാകർ എന്തോ മറ്റോ ആണ് മാഡത്തിൻ്റെ പേര്, അവർ പാർട്ട് 2 വീഡിയോ കാണാൻ കാത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് വ്യൂവേഴ്സും ലൈക്സും സബ്സ്ക്രൈബേഴ്സും പ്രതീക്ഷിച്ച അത്രയും ഇതുവരെ ആയിട്ടില്ലെങ്കിലും പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നത്. അനിത മാഡം, ദിസ് ഈസ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട് ടു യു. ഒരു ലേഡിയെ വ്യൂവേഴ്സ് 1000 ആയിട്ടില്ലെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെ രമ്യ മാഡത്തിനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻസ് രേഖപ്പെടുത്തിയ എല്ലാ വ്യൂവേഴ്സിനും നന്ദി. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പാർട്ട് 2ലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ മൈക്രോവേവിലെ കോമ്പിനേഷൻ മോഡുകളെ പറ്റി ടച്ച് പാനൽ കാണിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം അത് വിട്ടുപോയായിരുന്നു. അത് ആദ്യം കാണിക്കാം. ഇത് ടച്ച് പാനൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു ഇതിൻ്റെ ഫംഗ്ഷനെ പറ്റി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ മൈക്രോവേവിൻ്റെ ഫുൾ ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ ഗ്രില്ല് വന്നു, അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് പ്രസ് ചെയ്യുമ്പോൾ കൺവെക്ഷനാണ് വരുന്നത്. നാലാമത് പ്രസ് ചെയ്യുമ്പോൾ ഗ്രിൽ മൈക്രോവേവ് ആണ് കാണിക്കുന്നത്, ഗ്രിൽ കൺവെക്ഷൻ GC. ഇത് കൺവെക്ഷൻ മൈക്രോവേവ്. അങ്ങനെ ഇത് 5ാമത്തെ മോഡാണ്. ടോട്ടൽ 5 മോഡ് ഇതിലുണ്ട്. ആദ്യത്തെ മൈക്രോവേവ്, പിന്നെ ഗ്രില്ല്, അത് കഴിഞ്ഞ് കൺവെക്ഷൻ, അത് കഴിഞ്ഞ് മൈക്രോവേവ് ഗ്രിൽ, അതിന് ശേഷം മൈക്രോവേവ് കൺവെക്ഷൻ. രണ്ടാമത്തത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ മൈക്രോവേവ് അവനോടൊപ്പം ഒരു ആക്സസറി നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ്. അത് ഈ ഒരു ആക്സസറി കൂടെ ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് വെച്ചാൽ പാല് ചൂടാക്കാനുള്ളതാണ്. ബേസിക്കലി അവർ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുക പോലെയല്ല. ഇത് 40 ഡിഗ്രി പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ 4 ഡിഗ്രി പാസ്ചറൈസേഷൻ, അത് ഓരോ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഏതാണ് വേണ്ടത് അതിൽ സെലക്ട് ചെയ്യാം. ഇതിൽ അതിൻ്റെ മെഷർമെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിനോടൊപ്പം കിട്ടുന്നതാണ്. ഇനി പ്രോപ്പർ പാർട്ട് 2ന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ് റെസിപ്പി മാനുവൽ മൈക്രോവേവ് അവൻ്റെ. ഇതാണ് കുക്കിങ്ങിന്റെ മെയിൻ ഗൈഡ്. മെയിൻ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഏതാണ്ട് 143 പേജുണ്ട്. ഈ ബുക്കിനെ വളരെ വൃത്തിയായും ചീത്തയാകാതെയും മിസ്സാകാതെയും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതിലുള്ള കുക്കിങ്ങിന്റെ എല്ലാ ഗൈഡൻസും മെത്തേഡും കോഡുകളും അടങ്ങിയ ഒരു ബുക്കാണ്. ഇതിലാണ് 401 റെസിപ്പിയും അത് ഉണ്ടാക്കേണ്ട മെത്തേഡ്സും അതിന്റെ കോഡുകളും കൊടുത്തിട്ടുള്ളത്. ഇത് കളഞ്ഞു പോയിരുന്നാൽ ഡൗൺലോഡ് ചെയ്ത് 141 പേജ് പ്രിന്റ് ചെയ്ത് പിന്നെ അതൊരു ബുക്ക് രൂപത്തിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകം സൂക്ഷിക്കുക. ആവശ്യം കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. ഈ ബുക്ക് നമുക്ക് നമ്മുടെ കൈവശം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ മൈക്രോവേവ് അവൻ വെറും
ഹീറ്റിംഗ്, പ്രീ ഹീറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന 1-2 മൈക്രോവേവിൻ്റെ ഓൺ ടൈമിങ് പ്ലാനും അനുസരിച്ച് കുക്ക് ചെയ്യേണ്ട ഉപകരണമായി അവശേഷിക്കും. അപ്പോൾ ഇത് സൂക്ഷിക്കുന്നത് ഒന്നുകൂടി എടുത്തു പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് വെക്കേണ്ട ഒരു പുസ്തകമാണ്. ഇനി ഈ പുസ്തകത്തിലെ ഇമ്പോർട്ടൻ്റ് കണ്ടൻസ് എന്താണെന്ന് നോക്കാം. 143 പേജും അത് വായിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിലെ മെയിൻ കണ്ടൻസ്, ഇതിൽ ഓരോ കോഡ്, ഓരോ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിഷസിൻ്റെ പേര്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സീക്വൻസ്, ഇതൊക്കെയാണ് പറയുന്നത്. ഇത് പേജ് 3. ഇത് ഞാൻ പറയുന്നത് ഈ മോഡൽ അതല്ലെങ്കിൽ ഇതിൻ്റെ മോഡലിൽ 4-5 മോഡൽ ചേർത്തിട്ടുള്ള ഒരു ബുക്കായിരിക്കും. ഇത് MJEN 326 PK മോഡലിൻ്റെ ഗൈഡാണ്. അപ്പോൾ മറ്റ് മോഡലിൽ ബുക്കിന് വ്യത്യാസം ഉണ്ടായിരിക്കാം. അതെനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ കഴിയും. ഞാൻ ഈ പുസ്തകത്തിലുള്ള ഈ മോഡലിലുള്ള ഡിഷസിൻ്റെയും കോഡിൻ്റെയും പ്രിപ്പറേഷൻ മെത്തേഡ്സിനെ പറ്റിയാണ് പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്തവർ ഇത് കണ്ടിട്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ചാർക്കോൾ മോഡ്, ചാർക്കോൾ, പിന്നെ ഇന്ത്യൻ ക്വിസീൻ ഒരു മോഡ്, അത് കഴിഞ്ഞ് ഹെൽത്തി ഹാർട്ട് ഒരു മോഡ്, അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ റോട്ടി ബാസ്ക്കറ്റ് ഒബ്ലിക് ഗീ, നെക്സ്റ്റ് ഡയറ്റ് ഫ്രൈ ഒബ്ലിക് ലോ കാലറി, അടുത്തത് കിഡ്സ് ഒബ്ലിക് പാസ്ചറൈസേഷൻ മിൽക്ക്. അപ്പോൾ ചാർക്കോളിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നു. ബാക്കിയുള്ളത് അതുപോലെ തന്നെ സ്റ്റെപ്സ് എല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ കോഡും അതിലെ പ്രൊസീജിയേഴ്സും വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിലും പോകുന്നില്ല, ചാർക്കോളിൻ്റെ എടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം നമുക്കിത് ഓൺ ചെയ്യാം. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ഷനാണ്. അപ്പോൾ ആദ്യം ചാർക്കോൾ ഇന്ത്യൻ ക്വിസീൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ടേൺ ചെയ്യാണ് ഡയല്. അപ്പോൾ ആദ്യത്തെ ഈ ചാർക്കോൾ മോഡലിൽ ടോട്ടൽ വരുന്നത് 1.1 മുതൽ 1.35, അതായത് 35 ഡിഷസ് ഈ ചാർക്കോൾ മോഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലെ ഡിഷസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് പറയാം. ഈ ബുക്സിൽ എല്ലാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നോട്ടായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. ചാർക്കോൾ മോഡിൽ 35 ഡിഷിൻ്റെ റെസിപ്പിയും കുക്കിംഗ് മെത്തേഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് പറയുന്ന എല്ലാത്തിനും ഇതിൻ്റെ റെസിപ്പിയും കുക്കിംഗ് മെത്തേഡ്സുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1.1 മുതൽ 1.35 ആണ് ഇതിൻ്റെ കോഡ്. അതിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് ആണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നാട്ടിലുണ്ടാക്കുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഡിഷിൻ്റെ പേര് പറയുകയാണ്. ഒന്ന് മുർഗ് തന്തൂരി, അതായത് മുർഗ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ചിക്കൻ തന്തൂരി. 1 കിലോ വെയിറ്റ് എടുക്കാം. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു, റൊട്ടോസറി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ടൂളുണ്ട്. അത് ഇവിടെയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് ചിക്കനെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി. ഇതാണ് ആ റോട്ടോസറി മോഡിൽ നമ്മൾ ഓപ്പറേറ്റ് ഉപയോഗിക്കേണ്ട ടൂള്. അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിനനുസരിച്ച് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇവിടെ ഒരു ലാച്ചുണ്ട്. ഇതിലോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ചിക്കൻ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറങ്ങും. ഇത് മൈക്രോവേവിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൺവെക്ഷൻ അല്ലെങ്കിൽ ഗ്രില്ല് മോഡലിൽ ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇത് ഹോൾ ചിക്കൻ 1 kg മാരിനേറ്റിന് ശേഷം അതിൽ തൈര് 1 കപ്പ്, ഗാർലിക് പേസ്റ്റ്, ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നായിട്ട് പറഞ്ഞതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതിൽ
കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റത്തിൻ്റെ പേര് മാത്രം പറഞ്ഞു പോവുകയാണ്. തന്തൂരി ആലു, തന്തൂരി ഗോബി, അതായത് നമ്മുടെ കോളിഫ്ലവറിനെ ഹിന്ദിയിൽ ഗോബി എന്നാണ് പറയുന്നത്, പത്തഗോബി എന്ന് ബന്ദ് ഗോബി എന്ന് പറയും. തന്തൂരി ജിങ്ക, ജിങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസിനായിട്ട് ജിങ്ക എന്ന് പറയുന്നത് ഹിന്ദിയിൽ. പിന്നെ ചണ കബാബ്, പനീർ ടിക്ക, മട്ടർ കബാബ്, തന്തൂരി മഷ്റൂം, തന്തൂരി സബ്ജി, മിക്സ് വെജിറ്റബിൾ പ്ലേറ്റർ, ഫിഷ് തന്തൂരി, ടിക്ക അച്ചാരി, മലായ് ടിക്ക, കോൺ കബാബ്, കസ്തൂരി കബാബ്. ഇനിയുണ്ട്. ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർക്കോൾ ഇതിൽ മോഡിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വേറെ ഉണ്ട് സ്പൈസി ചിക്കൻ കബാബ്, ചിൽക്ക കബാബ്, ഒരുപാട് എല്ലാ തരം കബാബും ഉണ്ട്. മട്ടൺ ആൻഡ് ടൊമാറ്റോ കബാബ്, കാജു കബാബ്, ഇവയാണ് ചാർക്കോൾ മോഡിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അടുത്തത് ഇന്ത്യൻ ക്വിസീൻ. ഇതിൽ മിക്സ് വെജിറ്റബിൾ, കടായി പനീർ, ദാൽ തഡ്ക, സാമ്പാർ, ദം ആലു, കടി, പിത്ല, പഞ്ച്മേൽ की सब्जी, बटर चिकन, गोवन पोटैटो करी, वेजिटेबल हांडी, कश्मीरी काजू पनीर, कढ़ाई चिकन, मटर पनीर, एग करी, जिंगा मटर करी, मटर എന്ന് വെച്ചാൽ ഗ്രീൻ പീസ്, മക്കി കോർമ, മേത്തി ആലു, മേത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇലയാണ്, പാലക് കീമ, മഷ്റൂം ചില്ലി, പനീർ ബുർജി, സ്ക്രാമ്പിൾഡ് എഗ്സ്, മഷ്റൂം കാപ്സിക്കം. അങ്ങനെ 41 ഡിഷസ് ആണ് ഇന്ത്യൻ ക്വിസീൻ മോഡലിൽ വെക്കുന്നത്. ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2-1 എന്ന് പറയുന്നത് ഇത് എടുത്തു മാറ്റാം. ഇതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇന്ത്യൻ ക്വിസീനിൽ നമുക്ക് മിക്സ് വെജിറ്റബിൾ അല്ലെങ്കിൽ കടായി പനീറാണ് ഉണ്ടാക്കുന്നത്. മിക്സ് വെജിറ്റബിൾ ആദ്യത്തെ ഐറ്റം തന്നെ എടുക്കാം. അതിൻ്റെ കോഡ് നമുക്ക് കൊടുത്തിരിക്കുന്നത് 2-1. 2-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അണ്ടറിലാണ്, ചാർക്കോൾ ഇന്ത്യൻ ക്വിസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ചാർക്കോൾ ഇന്ത്യൻ ക്വിസിനിൽ നമ്മൾ ആദ്യം ഇത് ഓഫ് ചെയ്യുക, ഇതിൻ്റെ സെറ്റിംഗ് മാറ്റിയിട്ട് സ്റ്റാർട്ടിങ് മോഡ്. ഇത് ചാർക്കോളിൻ്റെ ആണ്, ഇത് ഇന്ത്യൻ ക്വിസീനായി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രസ് ചെയ്തപ്പോൾ 1 വന്നു. 2.1 മിക്സ് വെജിറ്റബിൾ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം ടേൺ ചെയ്ത 2.2 ഇത് കടായി പനീർ. ഒരു പ്രാവശ്യം ടേൺ ചെയ്യുമ്പോൾ ദാൽ തഡ്ക. 2.4 സാമ്പാർ, 2.5 ദം ആലു, 2.6 കടി. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ രീതി. ഇതിൽ എഴുതിയിരിക്കുന്ന മോഡൽ നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ 2 ആണോ 3 ആണോ 4 ആണോ ഇത് 6 വരെ ഉണ്ട്. ആ നമ്പർ കോഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ടത്, എല്ലാം ഓട്ടോ കുക്കാണ്. പിന്നെ ഇതിൽ ഒരു നമുക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് സെലക്ട് ചെയ്യാം. അതിലൊരു മാക്സിമം വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, മിനിമം കൊടുത്തിട്ടുണ്ട്. അത് ടേൺ ചെയ്ത് വെയിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെറും പ്രസ് ചെയ്താൽ മാത്രം മതി, അത് റെഡി ആയിട്ടുണ്ടാവും. അടുത്തത് റൈസ് ഡിലൈറ്റ് എന്നാണ് പറയുന്നത്. അത് കോഡ് 3.1 മുതൽ 3.25. അതിൻ്റെ അർത്ഥം 3.25 എന്ന് പറയുമ്പോൾ 25 ഡിഷസ് അതിലുണ്ടാക്കാമെന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ഡിഷസ് ആണ് ചിക്കൻ ബിരിയാണി, ഗോസ്റ്റ് ഓഫ് ദം ബിരിയാണി. ഗോസ്റ്റ് എന്ന് വെച്ചാൽ ഉറുദുവിൽ അല്ലെങ്കിൽ കാശ്മീരി ഭാഷയിൽ നമ്മൾ മട്ടനാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. മലബാർ ബിരിയാണി, പൈനാപ്പിൾ ഫ്രൈഡ് റൈസ്, ബംഗാളി ബിരിയാണി. ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും കേട്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. വളരെ അപൂർവമായിട്ട് ഉള്ള ഒരു ഡിഷായിരിക്കും ബംഗാളികൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം അത് ഫിഷ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബിരിയാണി നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കർഡ് റൈസ്, പനീർ ഫ്രൈഡ് റൈസ്, യാക്നി പുലാവ്, ഇത് ഞങ്ങൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലല്ല, ഇതിനു മുമ്പുള്ള സാംസങ് ഇതിൽ അത് സെയിം മെത്തേഡ് തന്നെ അത് നമുക്ക് ഇതിലുണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നുണ്ട്.
പിന്നെ മഷ്റൂം ബിരിയാണി, അടുത്തത് ചട്ട്പട്ട് കോർണർ. ഇതെല്ലാം ഈ ചാർക്കോളിന്റെ സെലക്ഷനിലാണ് വരുന്നത്. ചട്ട്പട്ട് കോർണറിൽ 4.1. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ്. ചാർക്കോളിനകത്ത് ചാർക്കോൾ 2, 3 കറക്റ്റ്. അപ്പോൾ ചാർക്കോളിലാണ് ഇത് വരുന്നത്. ആ ബുക്കിനകത്ത് അത് നമുക്ക് മനസ്സിലാവും. ബുക്കിന് മാറ്റി വെച്ചിരിക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻ ആയതാണ്. അപ്പോൾ 3.1 ഒന്നാമത്തെ ഐറ്റം. ഫോർ എക്സാമ്പിൾ അത് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ 1. രണ്ടാമത്തെ ഐറ്റം ഞാൻ ആ സീക്വൻസിൽ എടുത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്പർ വേറെ ആയിരിക്കും. അപ്പോൾ ഇതാണ് സീക്വൻസ് ആണെങ്കിൽ ചിക്കൻ ബിരിയാണി 3 നമ്മൾ ആദ്യം എടുത്തു മെയിൻ നമ്പർ. അതിൻ്റെ സബ് നമ്പേഴ്സാണ് ചിക്കൻ ബിരിയാണി കഴിഞ്ഞു 2 ഗോസ്റ്റ് ഓഫ് ദം ബിരിയാണി, 3 മലബാർ ബിരിയാണി, 4 പൈനാപ്പിൾ. ഇങ്ങനെ 25 വരെ പോകും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം 25 വരെ പോകുന്നുണ്ടോ. ഇതെല്ലാം മൊത്തത്തിൽ ഈ 143 പേജും നല്ലവണ്ണം പഠിച്ച് എല്ലാ കോഡും എല്ലാ ഡിഷസിൻ്റെതും ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് അപ്പോൾ 3.1 to 3.25. അപ്പോൾ 3.25 എത്തിക്കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടു 1 ഫസ്റ്റ് ഇതിലോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എല്ലാത്തിനും. അത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് ഇനി ഞാൻ പറയത്തില്ല. സംശയമുള്ളവർക്ക് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം. ഇതിൽ അടുത്ത് വരുന്നതാണ് ചട്ട്പട്ട് കോർണർ. അപ്പോൾ ഈ ചട്ട്പട്ട് കോർണറും ഈ ഇതിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് സ്റ്റാർട്ടാകുന്നത് ഇപ്പോൾ 1, 2, 3, 4. ആദ്യത്തെ ചട്ട്പട്ട് കോർണർ 4.1 to 4.15. അപ്പോൾ നമുക്ക് 1 തിരിക്കുമ്പോൾ 1 ആയി. അപ്പോൾ 1 ഇതിൽ ഇമ്പോർട്ടൻ്റ് ഡിഷസ് കൊടുത്തിരിക്കുന്നത് ആപ്പിൾ ടൊമാറ്റോ ചട്നി. അപ്പോൾ ഇത് ആപ്പിൾ ടൊമാറ്റോ ചട്നി ആയിരിക്കും. നമ്മൾ രണ്ടാമതിരിക്കുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെമൺ പിക്കിൾ, പിസ്സ സോസ്, കോക്കനട്ട് ചട്നി, മഞ്ചൂരിയൻ സോസ്, അങ്ങനെ 15 ഡിഷസ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. അടുത്തതിലേക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് 0-ൽ കൊണ്ടുവരണം. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആണ് കുക്കിംഗ് എയ്ഡ്. അത് 5 ആണ് അതിൻ്റെ മെയിൻ കോഡ്. 5.1 to 5.17. ഇതിൽ കുറച്ച് ഓപ്പറേഷൻ ഡീറ്റെയിൽസും പിന്നെ അതിൽ തന്നെ കുറച്ച് ഡിഷസും ഉണ്ട്. ഇതിൽ നമുക്ക് ചെയ്യാവുന്ന വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു ഫീച്ചറാണിത്. നമുക്ക് ഫുഡൊക്കെ വാമായിട്ട് വെക്കുന്നതിന് വേണ്ടി, സമോസ അല്ലെങ്കിൽ എന്ത് ഫുഡ് ആയിരുന്നാലും നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാമായിട്ട് വെക്കുന്നതിന് ഈ കുക്കിംഗ് എയ്ഡാണ് എടുക്കേണ്ടത്. കുക്കിംഗ് എയ്ഡും ചാർക്കോളിൻ്റെ അകത്താണ്. വീണ്ടും ഇതിലോട്ട് പോകുന്നില്ല, അതിൽ സമയം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡീഫ്രോസ്റ്റ് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, കോൺ, വെജിറ്റബിൾ, ഗ്രീൻ പീസ്, പനീർ, ചിക്കൻ, മട്ടൺ, ഇതെല്ലാം നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതിന് ഈ കുക്കിംഗ് എയ്ഡിൽ പോയിട്ട് അതിൻ്റെ വെയിറ്റും ഏതാണ് ഐറ്റം, വെജാണ് നോൺ വെജ്, അതനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡീപ് ഫ്രീസ് ചെയ്യാം. ഇതിൽ മറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കാം, പൊട്ടറ്റോ ബോയിൽ ചെയ്യാൻ, ലെമൺ സ്ക്വീസ്. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണുന്നത്. ഇതിലൊന്നുമില്ല ആ ഗ്ലാസിൻ്റെ. ഇപ്പോൾ ഞാൻ അത് ഓരോ ഇതും എടുത്ത് കാണിക്കുന്നില്ല. ഇതെല്ലാം പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 2-3 മണിക്കൂർ എടുക്കും എല്ലാം കാണിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കോഡ് വെച്ചിട്ട് ഇത് അടച്ചു കഴിഞ്ഞ് നമ്മൾ ആ കോഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു ബീപ്പ് സൗണ്ട് വരുമ്പോൾ നാരങ്ങ നമ്മൾ പുറത്തെടുത്ത് അരിയുകയാണെങ്കിൽ സാധാരണ ഇതിൽ നിന്ന് നമുക്ക് ജ്യൂസ് എത്രയാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ കൂടുതൽ മാക്സിമം ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ ഞാൻ ഒരു മൈക്രോവേവിലും ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഇതിനുണ്ട്. അടുത്തത് ഗാർലിക് പീലിംഗ്. അത് ഞാൻ ചെയ്ത് നോക്കിയില്ല. ഗാർലിക് അതിനകത്ത് ഇട്ടിട്ട് അതിന് പർട്ടിക്കുലർ ടെമ്പറേച്ചറിലിട്ട് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. നമ്മളത് കോഡ് അടിക്കുന്നു, ഇത് അടയ്ക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഈസി ആയിട്ട് നമ്മൾ ഗാർലിക്, അതൊരു വലിയ തലവേദനയാണ് കിച്ചണിൽ ലേഡീസിന്, അത് ചെയ്യുന്നതിന് ഉപകരിക്കും. പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ടിയർ ഫ്രീ ഓണിയൻ. ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാനത് ഉള്ളി എല്ലാം എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം പരീക്ഷണങ്ങൾ നടത്തുന്നതാണ്. ഈ ഉള്ളിയിൽ 4-5 നമ്മുടെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ 4-5 ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതും ഈ നാരങ്ങ വെച്ചതുപോലെ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ നിരത്തി വെക്കുന്നു. പ്ലാസ്റ്റിക്കകത്ത് അതിൻ്റെ പറഞ്ഞിട്ടുള്ള കോഡ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബീപ്പ് എന്നതിന് ശേഷം ഇത് പുറത്തെടുക്കാം. അത് കഴിഞ്ഞ് ഈ ഉള്ളി അരിയുമ്പോൾ
കണ്ണ് നമുക്ക് നീറുന്ന ആ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതൊരു നല്ല ഒരു ഫീച്ചറാണ് ലേഡീസിന്. ആരായിരുന്നാലും ഉള്ളി, ആണുങ്ങളോ കുട്ടികളോ ആരായിരുന്നാലും ഈ ഉള്ളി കാരണം കണ്ണ് നീറുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ നട്ട്സ് കുറച്ച് സോക്കി കഴിഞ്ഞ് നമ്മൾ കാഷ്യൂ ടിന്നിൽ വെക്കുമ്പോൾ കുറച്ച് ദിവസം ശരിക്കും അടപ്പടച്ചില്ലെങ്കിലോ തുറന്നിരുന്നാലും അത് സോയിയാവും, അത് ക്രിസ്പി ആക്കാം. പിന്നെ ഹണി സ്മൂത്ത് ആക്കുന്നതിന് ചിലപ്പോൾ ഒരു ക്രിസ്റ്റലൈസ് ചെയ്ത് തുടങ്ങിയ ഹണിയാണെങ്കിൽ അത് പിന്നെ എടുക്കാനും ഒക്കെ സ്പൂണില്ലാതെ നേരിട്ട് വീഴ്ത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് സ്മൂത്ത് ആക്കാം. പിന്നെ സോഫ്റ്റ് ആയി പോയ ഹാർഡായി പോയ ബ്രെഡ് സോഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് 16 ഡിഷസും ഓപ്പറേഷൻസും ഈ മോഡിലുണ്ട് കുക്കിംഗ് എയ്ഡിൽ. അടുത്തത് ഹെൽത്തി ഹാർട്ട്. ഇതിന്റെ കോഡ് 30 കോഡുണ്ട്. ഹെൽത്തി ഹാർട്ടിന്റെ അതിന്റെ സബ് നമ്പർ കോഡൊന്നുമില്ല. ഹെൽത്തി ഹാർട്ടിന്റെ ഇത് പ്രസ് ചെയ്തിട്ട് ഇതിന് നമ്പർ എടുക്കുമ്പോഴത്തേക്ക് 1 മുതൽ 30 വരെ വരും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഡിഷസ് ഉണ്ടാക്കുന്ന ഡിഷസുകളാണ് വീറ്റ് റവ ഇഡ്ഡലി, കിനോവ വെജിറ്റബിൾ ഉപ്മ, റൈസ് ആൻഡ് മൂങ് ദാൽ ഇഡ്ഡലി, അതായത് അരിയും നമ്മുടെ ചെറുപയറും ചേർത്തുള്ള ഇഡ്ഡലി, മേത്തി മിസി റൊട്ടി, മേത്തി ഉലുവയും ഇതിന്റെ ചോളമാവും ചേർത്തുള്ള റൊട്ടി, ഫ്ലാക്സീഡ് ഊത്തപ്പം, ക്യാരറ്റ് ആൻഡ് മൂങ് ദാൽ സൂപ്പ്, ടൊമാറ്റോ മേത്തി റൈസ്, കടായി ടോഫു, ഹെൽത്തി റാഗി പിസ്സ. അങ്ങനെ 30 ഡിഷസ് ഹെൽത്തി ഹാർട്ട്. ഇത് ഹാർട്ട് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫുഡാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും പർട്ടിക്കുലർ ഷുഗർ, കൊളസ്ട്രോൾ, BP, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്ക് കഴിക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസിനെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു മെനു ആണ്. അടുത്തത് ഇന്ത്യൻ റോട്ടി ബാസ്ക്കറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതിൽ മൊത്തത്തിൽ 28 ഡിഷസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കേരളത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ളതും നമുക്ക് താല്പര്യമുള്ളതായിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്തിരിക്കുകയാണ്. 28 എണ്ണത്തിൽ ഏതാനും ഡിഷസ് പറയുകയാണ്. നാന്, ലച്ച പൊറോട്ട, അപ്പം, ദാൽ പൊറോട്ട. അപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. മിസി റോട്ടി, സ്റ്റഫ്ഡ് നാൻ, പുതിന പൊറോട്ട, രാജ്മ പൊറോട്ട, പനീർ പൊറോട്ട, കുൽച്ചെ, കാരറ്റ് പൊറോട്ട, മഷ്റൂം പൊറോട്ട. അങ്ങനെ 28 തരം പൊറോട്ടാസ് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഗീ. ഇത് ഞങ്ങൾ ഇത് വാങ്ങിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ 2 ദിവസം ശേഷം ഞങ്ങൾ ഇത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത് 12 ഗീ ഇൻ 12 മിനിറ്റ്സ്. അങ്ങനെ 12 മിനിറ്റ്സ് ഒന്നും അല്ല, അത് നമുക്ക് ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ. എന്നാലും വൈഫ് പറഞ്ഞത് സാധാരണ ഗ്യാസ് സ്റ്റൗവിലോ അല്ലാതെ അടുപ്പിൽ വെച്ചിരുന്നതിൽ 1/2 മണിക്കൂർ കൂടുതൽ എടുക്കും. അപ്പോൾ ഇതിൽ ആ തലവേദന ഒന്നുമില്ല. ഇതിൽ 12 to നമുക്ക് 20 മിനിറ്റ്സ് എടുത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നു അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇവർ കൊടുത്തേക്കുന്ന എക്സാക്ട് ടൈമിൽ ചിലപ്പോൾ ആയെന്നിരിക്കില്ല. നമ്മൾ വണ്ടിയുടെയൊക്കെ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറച്ചൊരു ടോളറൻസ് നമ്മൾ നേരത്തെ കൂട്ടി കണക്കാക്കണം. ഇത് 2-3 മിനിറ്റ് കൂടുതൽ വേണം. 2 മിനിറ്റ് നൂഡിൽ എന്ന് പറഞ്ഞ് 2 മിനിറ്റിൽ എവിടെയെങ്കിലും നൂഡിൽ ഉണ്ടാക്കുന്നുണ്ടോ? അത് അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് സ്ലോഗനാണ്. അതുപോലെ ഇത് 20 മിനിറ്റിലായി. അത് നമ്മുടെ ഈ ക്രീം നമ്മൾ പാലിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴത്തെ അതിൻ്റെ വാട്ടർ അല്ലെങ്കിൽ മറ്റു വെള്ളത്തിൽ ജലാംശത്തിന്റെ കൂടുതൽ കുറവുണ്ട്, അതിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഗീ പെർഫെക്റ്റ് നല്ല മണമുള്ള നാച്ചുറൽ ഗീ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആ മോഡൽ വേറെ ഉണ്ടാക്കുന്നതാണ് ഗീ ശക്കർ ഗൂഡ് എന്ന് പറഞ്ഞാൽ ശർക്കരയുടെ ശക്കർ. അതൊരു തരം സ്വീറ്റ്സുകളാണ്. പഞ്ചീരി എന്ന് പറയുന്ന ഒരു ഡിഷും ഉണ്ടാക്കാം. അടുത്തതാണ് ഡയറ്റ് ഫ്രൈ ലോ കലറി. അതിൽ 29 ഡിഷസ് ആണ് അതിലുണ്ടാക്കാൻ പറ്റുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സ്, പൊട്ടറ്റോ ചിപ്സ്, ബ്രെഡ് പക്കോട, പനീർ പക്കോട, സമോസ, ചിക്കൻ 65, മഷ്റൂം റോൾസ്, ഫിഷ് അമൃത്സരി, ഓണിയൻ പക്കോട, ചില്ലി വട, ഫ്രഞ്ച് ടോസ്റ്റ്. അങ്ങനെ 29 ഡിഷസ്. അത് കഴിഞ്ഞ് ഇതിൽ സാലാഡ്സും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിൽ 15 തരം സാലാഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഞാൻ എഴുതി. ചിലതിന് നമുക്ക് അറിയത്തില്ല അത് എന്തൊക്കെയാണെന്ന്. അറിയത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അത് ഇനി ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് വരുമോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ബീറ്റ്റൂട്ട് സലാഡ്, പാസ്ത സലാഡ്, അങ്ങനെ കുറേ സലാഡുകളുണ്ട്. 15. അടുത്ത ഇതിലുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇത് 20 തരം സൂപ്പുകൾ ഇതിലുണ്ടാക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചിക്കൻ ഷോർബ, ടൊമാറ്റോ ഷോർബ, സ്വീറ്റ് കോൺ സൂപ്പ്, മഷ്റൂം സൂപ്പ്, രസം, പാലക്
മക്കായ് ഷോർബ, ബദാം സൂപ്പ്, മട്ടൺ ഷോർബ, ചിക്കൻ സൂപ്പ്, അങ്ങനെ 20 സൂപ്സ്. ഇതിൽ എങ്ങനെ എഴുതാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 15 സൂപ്പെങ്കിലും ഉണ്ടാവും. അടുത്തത് കോണ്ടിനെന്റൽ. ഇതും വളരെ നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ കേരളത്തിന് വെളിയിൽ പലയിടത്തും താമസിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഫുഡിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. അപ്പോൾ ഈ ഫീച്ചർ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ 26 ഡിഷസ് ആണ് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. പാസ്ത, ബേക്ക്ഡ് മഷ്റൂം, ലസാന്യ, മാക്കറോണി, തായ് ചിക്കൻ, സ്പഗേറ്റി, പ്രോൺസ് ഇൻ ഗാർലിക് ബട്ടർ, പ്രോൺ മാജിക്, ചില്ലി ചിക്കൻ, ഹക്ക നൂഡിൽ, ഷെസ്വാൻ ചിക്കൻ, റിസോട്ടോ റൈസ്, വെജ് മഞ്ചൂരിയൻ, അങ്ങനെ 26 ഡിഷസ്. സ്റ്റീം കുക്കിംഗ്. ഇതിൽ കീമ ബോൾസ്, അതായത് നമ്മുടെ മീറ്റ്, മട്ടൻ്റെയോ ബീഫിൻ്റെയോ കീമ പോലെ ആക്കിയിട്ട് അതിനെ ബോളാക്കി ബാക്കി അതിൻ്റെ പ്രിപ്പറേഷനും ബാക്കി ഇൻഗ്രീഡിയൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്, നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നാടൻ അവിയൽ, ഗാജറിൻ്റെ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ, മട്ടർ മഷ്റൂം, 19 ഡിഷസ് ഈ സ്റ്റീം കുക്ക് മോഡിൽ ഉണ്ടാക്കാം. അടുത്തത് കിഡ്സ് പബ്ലിക് പാസ്ചറൈസേഷൻ. ഇതിൽ 32 ഡിഷസ് ആണ് ഈ മോഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ലാസ്റ്റ് മോഡ്. ഇതിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ഡിഷുകൾ ഞാൻ പറഞ്ഞ ഒന്ന് കോൺ ചാട്ട്, പിന്നെ ഓംലെറ്റ്, പിസ്സ, ഗാർലിക് ബ്രെഡ് പുഡിംഗ്, ചീസ് നാച്ചോസ്, സ്ട്രോബെറി കസ്റ്റർഡ്, ബർഗർ, ചോക്കോബാർ, മഷ്റൂം ആൻഡ് പെപ്പർ പിസ്സ, ആപ്പിൾ പിക്കിൾ, ഡോക്ല, പോഹ, ഉപ്മ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് സാൻഡ്വിച്ചസ്. വെജ് സാൻഡ്വിച്ച്, പനീർ സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, എനി സാൻഡ്വിച്ച്. പിന്നെ കാൺവി, ബ്രെഡ് ഉമ്മ, അങ്ങനെ 32 ഡിഷസ് ഈ കിഡ്സ് പബ്ലിക് പാസ്ചറൈസേഷൻ മോഡിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ അടിയിൽ തന്നെ ഇതിൻ്റെ ഒരു സബ് ഇതായിട്ട് വരുന്നതാണ് ബേക്കറി. ബേക്കറിയിൽ 28 ഡിഷസ് ആണ് ബേക്കറി ഫീച്ചറിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൻ്റെ കോഡ് 2.1 to 2.28. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഷസ് ആണ് ചോക്ലേറ്റ് കേക്ക്, ലാമിങ്ടൺ കേക്ക്, ഡോനട്ട്, നാൻ കട്ടൈ, വനില കേക്ക്, ബൺസ്, ആപ്പിൾ കേക്ക്സ്, സ്വിസ് റോൾ, പാറ്റീസ്, ബ്രൗണി, മഫിൻസ്, carrot cake, strawberry cake, caramel cake, tutti frutti cake, orange cake, favorite. നമുക്ക് ഷോപ്പിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല ഓറഞ്ച് കേക്ക്, ചീസ് ബൺസ്, അങ്ങനെ 28 കേക്ക്സ്, ബിസ്ക്കറ്റ്, മഫിൻസ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 28 ഉണ്ട്. ഇതിനപ്പുറം ബേക്കറിയിലൊന്നും ഇനി പ്രത്യേകിച്ചൊരു ഫ്ലേവർ നോക്കി പോകേണ്ട ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. അടുത്തതാണ് സ്വീറ്റ് കോർണർ. ഇതിൽ മെയിനായിട്ട് എല്ലാ സ്വീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ട് 23 സ്വീറ്റ്സ് ഇതിനകത്ത് ഉണ്ടാക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്വീറ്റ്സ് ഞാൻ പറയാം. സൂചി ഹൽവ, നമ്മുടെ റവ കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു ഹൽവ ഉണ്ട്, നല്ല ടേസ്റ്റിയാണ് നമ്മുടെ നെയ്യിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ബേസൽ ലഡു, ഖീർ നമ്മുടെ ഒരു പായസത്തിന്റെ ഹിന്ദിക്കാരുടെ ഒരു വെറൈറ്റിയാണ് ഖീർ. ഇതിൽ ഞങ്ങൾ ആപ്പിൾ ഖീർ എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയാണ്. ആപ്പിളും കുറച്ച് അതിൻ്റെ പേരെന്താ മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് കുറച്ച് ഷുഗറും പിന്നെ 1-2 ഐറ്റം ചേർത്ത് നല്ല സൂപ്പർ ഒരു പുഡിംഗ് ആയിട്ട് നമുക്ക് ലഞ്ചിലോ ഡിന്നറിലോ ഒക്കെ കഴിക്കാം. പിന്നെ നമ്മുടെ നാടൻ പായസം, മൈസൂർ പാക്ക്, സന്ദേശ്, നാരിയൽ ബർഫി, കാജു ബർഫി, ബദാം ഹൽവ, മുംബൈ ഹൽവ, അങ്ങനെ സ്വീറ്റ്സ് ഈ മോഡിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ടീ, 8 തരം ടീ ഇതിലുണ്ടാക്കാം. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, തുളസി ടീ, ലെമൺ ടീ, മസാല ടീ, ജിഞ്ചർ ടീ, പിന്നെ കോഫി, പിന്നെ 1-2 ടീ വേറെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡയറി ഡിലൈറ്റ്. ഇതിൽ നമുക്ക് 4 ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പനീർ, മസാല പനീർ, തൈര്, യോഗട്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതാണ് 19ാമത്തെ മിൽക്ക് പാസ്ചറൈസേഷൻ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിലാണ് അതിന്റെ കണ്ടെയ്നർ. ഇതിൽ വേറെ ഒരു പർപ്പസിന് വേറെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ഇത് പാല് ചൂടാക്കാൻ അതിലേക്ക് പാസ്ചറൈസേഷൻ മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ്. ഇതിൽ പാസ്ചറൈസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലുള്ള വേരിയസ് മോഡ്സ്, അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി കൂടുതൽ ഇതിനെപ്പറ്റി ഇതേ വീഡിയോയിൽ തന്നെ വിവരിക്കുകയാണെങ്കിൽ അത് വീഡിയോ ലോങ് ആകുന്നതുകൊണ്ട്
പലരും പറയുന്നത് വ്യൂവേഴ്സിന് താല്പര്യം കുറയും. അതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇതുവരെയും ക്ഷമയോടെ കണ്ട എല്ലാവർക്കും കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിൽ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. വ്യൂവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും താല്പര്യം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ തരികയാണ്. നിങ്ങളിൽ ആരെങ്കിലും വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ വീട് വെക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതിൻ്റെ പോയിന്റ്സുകൾ ഞാൻ ഒരാഴ്ചയായിട്ട് എഴുതായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 600-ലധികം പോയിന്റുകളായി കഴിഞ്ഞു. അത് വീഡിയോ യഥാർത്ഥം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 365 മണിക്കൂറുള്ള വീഡിയോ വരാനുള്ള ഇതുണ്ട്. അതിനെങ്കിലും ഷോർട്ടാക്കും. കാരണം ഒരു ദിവസം 1 മണിക്കൂർ വെച്ചിട്ട് പറഞ്ഞാലും തീരാത്ത അത്രയും പോയിന്റ്സുകളുണ്ട്. കുടുംബത്തിൽ 3 വീടുകൾ വെച്ച് കണ്ട് അതിലുള്ള കുറവുകളും പോരായ്മകളും കണ്ട് ശേഷം എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീട് വെച്ചപ്പോൾ അത് എങ്ങനെയാണ് അതിനെ സൂപ്പർവൈസ് ചെയ്തത്, എങ്ങനെയാണ് അതിന്റെ പ്ലാൻ ചെയ്ത് കോൺട്രാക്ട് എങ്ങനെ കൊടുത്തു, എന്തെല്ലാം കുറവുകൾ എവിടെയെല്ലാം കണ്ടുപിടിച്ചു, എന്തെല്ലാം പരിഹരിക്കാൻ പറ്റി, ഇപ്പോഴും എന്തെങ്കിലും കുറവുള്ളത് അത് എന്തൊക്കെയാണ്, അത് നിങ്ങൾക്ക് അതുപോലെ സംഭവിക്കാതിരിക്കാൻ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് ഏതാണ്ട് 2-3 ദിവസത്തിനകം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സിൽ അതിനെ വേണ്ടി കൂടെ പറയുക. നന്ദി, നമസ്കാരം.